Watch India's largest kids library only on Jio Hotstar. Download the app now. നല്ല മണം. എന്റെ കണ്ണിൽ പൊടി പോയെന്നാ തോന്നുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല ഞാനിത് എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്റെ മോട്ടു ഇങ്ങനെ കണ്ണ് കിടന്ന് തിരുമിയാൽ എല്ലാം പ്രശ്നമാവും. വീട്ടിലേക്ക് പോയതിനു ശേഷം കണ്ണ് നന്നായി ഒന്ന് കഴുകിയാൽ മതി. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ശരിയായിക്കോളും. അതുവരേക്ക് നീ കണ്ണ് അടച്ചു പിടിക്ക്. പത്തലു, എനിക്കെല്ലാം ഇപ്പൊ രണ്ടായിട്ടാണ് കാണുന്നത്. കണ്ണാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ. വരൂ, ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. എന്റെ മോട്ടു ഇവിടെ ഇങ്ങനെ കിടന്ന് അലറിയിട്ട് കാര്യമൊന്നുമില്ല. വരൂ, ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി കുറച്ച് മരുന്നൊഴിക്കാം. പൊളിച്ചെടുത്തല്ലോ. ഇത്ര നേരമായിട്ട് കണ്ണ് തുറക്കാതെ ഇങ്ങനെ നിക്കുന്നത് കണ്ടില്ലേ? പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ നിന്റെ കണ്ണിൽ ഐ ഡ്രോപ്സ് ഒഴിച്ചേക്കാം. എന്റെ കണ്ണിൽ നിങ്ങളിപ്പോ എന്താണ് ഉറ്റിച്ചത്? എനിക്ക് വേദനിച്ചിട്ട് വയ്യേ. മോട്ടു ചങ്ക്, ഇങ്ങനെ ഓടല്ലേന്നേ. മോട്ടുവിന് നല്ല നീറ്റലുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ഒഴിച്ച മരുന്ന് കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നത്. മോട്ടു, കണ്ണ് തുറക്കരുത്. ഞാൻ വേറൊരു മരുന്ന് കൊണ്ടുവന്ന് ഒഴിക്കാം. ശരിയാക്കി തരാം. കണ്ണ് തുറന്നോളൂ മോട്ടു. ഈ കണ്ണ് ഞാൻ നോക്കുന്നതൊക്കെ കാണാതാവുകയാണല്ലോ വല്യേട്ടാ. ഇതെന്തോ മാജിക്കാ. മോട്ടു, കണ്ണടക്ക്. അടയ്ക്ക് മോട്ടു. മമ്മി, ഇതെന്തൊരു മായാജാലമാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ കണ്ടിട്ടേ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ അവന്റെ കണ്ണിൽ എന്ത് മരുന്ന് ഒഴിച്ചു കൊടുത്തത്? ഈ മരുന്ന് എന്തോ റിയാക്ഷൻ കാണിക്കുന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. മോട്ട് കണ്ണു തുറക്കുമ്പോഴൊക്കെ പ്രകാശരശ്മികൾ വരുന്നു. എന്ന് വെച്ചാൽ മനുഷ്യൻ, ജീവജാലങ്ങൾ, തുണി ഇവയൊഴികെ എല്ലാം തന്നെ കാണാതെ പോകുന്നു. ഇതെല്ലാം മോട്ടുവിന്റെ കണ്ണിൽ നിന്ന് വരുന്ന രശ്മിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത് വരെ ദയവ് ചെയ്ത് നീ കണ്ണ് തുറക്കല്ലേ മോട്ടു. പറഞ്ഞ് കണ്ണിന് തുറക്കാൻ പാടില്ലെന്നോ? ഇപ്പൊ ഞാൻ എങ്ങനെയാ ജോലിയൊക്കെ ചെയ്യാ? മോട്ടു, കണ്ണടക്ക്. കണ്ണടച്ചു പിടിക്ക്. മോട്ടു ചങ്ക്, ഇതാ നീ ഈ കണ്ണട വെച്ചോളൂ. ഈ കണ്ണട നിന്റെ കണ്ണിൽ ഉള്ളിടത്തോളം സമയം ജീവനില്ലാത്ത ഏതൊരു വസ്തുവിലും പ്രകാശരശ്മികൾ ഏൽക്കുകയില്ല. ഇത് നീ എടുത്തു മാറ്റുകയാണെങ്കിൽ പ്രകാശരശ്മികൾ എല്ലാ വസ്തുക്കളും ഇല്ലാതാക്കൂ. ഓക്കെ വലിയേട്ടാ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. വേഗം എന്റെ ഈ രോഗത്തിനുള്ള ആന്റിഡോട്ട് തയ്യാറായിക്കോളൂ പ്ലീസ്. മോട്ടു, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ മുഖത്തുള്ള ഈ കറുത്ത കൂളിംഗ് ഗ്ലാസ് എടുക്കരുത്. ഇല്ല പത്തിലോ, ഞാനിതൊരിക്കലും എടുക്കില്ല. പക്ഷെ കണ്ണിനകത്ത് മുഴുവൻ വെള്ളമാണ്. ഞാനിതൊന്ന് തുടച്ചോട്ടെ. അല്ല, എന്റെ സൈക്കിൾ. അല്ല, എന്റെ സൈക്കിൾ അവിടെ പോയി. എന്റെ സൈക്കിൾ. എന്റെ മോട്ടു, കണ്ണാടി എടുത്താലും നിനക്ക് കണ്ണടയ്ക്കാമായിരുന്നില്ലേ? എന്തിനാ വെറുതെ കണ്ണ് തുറന്നത്? ഡോക്ടർ ജഡ്ക എന്താ പറഞ്ഞതെന്ന് നല്ല ഓർമ്മയില്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ശരി, കണ്ണ് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? നീ ഈ കണ്ണട എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവനില്ലാത്ത എല്ലാ സാധനങ്ങളും അദൃശ്യമാവും. മാത്രമല്ല, അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്റെ പൈശാസിക് ബുദ്ധിയിൽ ഒരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട്. ഇന്ന് മോട്ടുവിനെ 10 പോലും രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഈ ജോൺ മോട്ടുവിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറപ്പിച്ചുകൊണ്ടേയിരിക്കും. ബോസ്, എപ്പോഴും നല്ലവണ്ണം സൂക്ഷിക്കണം. നിങ്ങളുടെ കൊടുങ്കാറ്റ് ബുദ്ധി പലപ്പോഴും ചതിച്ചിട്ടുണ്ട്. ഈ കണ്ണടയിൽ എന്താ വന്ന് വീണത്? മോട്ടു പത്ലു, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു ബോക്സർ ഏട്ടാ.
കാർ എവിടെ പോയി? മോട്ടു, എനിക്കറിയില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷേ എന്റെ കാർ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ഇത് പിടിച്ചോ. മോട്ടു വേഗം തിരിഞ്ഞു നോക്ക്. ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസയും എടുത്ത്, ഭയങ്കരമായിട്ട് വിശക്കുന്നു. എന്ത് പറ്റി മോട്ടു? എന്ന് തൊട്ട് ആ കണ്ണടയൊക്കെ വെച്ച് തുടങ്ങിയത്? അല്ല, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? മോട്ടു സമൂസ വായിലൂടെ കഴിക്കുന്നേ, അല്ലാതെ കണ്ണുകൊണ്ടല്ല. ചായക്കടച്ചേട്ട് നല്ല പാലൊഴിച്ച് ചൂടോടെ ഒരു ചായ എടുത്ത്. എന്നാ പിടി. ഈ ചായയിൽ ഈച്ചയുണ്ട്. ഓഹോ, താൻ ഈച്ചയുള്ള ചായ അല്ലേ ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നത്? ഇനി എനിക്കിത് വേണ്ട. ഞാനിത് എങ്ങനെയാ കുടിക്കുക? എന്റെ കണ്ണട ആരാ വൃത്തികേടാക്കിയത്? സോറി മോട്ടു. ആ കണ്ണാടിക്ക് തന്നേക്ക്, ഞാൻ നിനക്ക് ക്ലീൻ ചെയ്ത് തരാം. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എന്റെ ചായക്കട ചേട്ടാ, ഒരു തുണി തരുന്നേ, ഞാൻ ഈ കണ്ണടയും തുടച്ചോട്ടെ. എന്റെ കട എവിടെ പോയി? ഞാനാകെ പൊളിഞ്ഞു പോയല്ലോ. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ മോട്ടു, നീ എന്തിനാ കണ്ണട അഴിച്ചത്? എന്താ അതിന്റെ അർത്ഥം? കണ്ണട കൂടിയാലെന്താ? അത് ശരി, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പണിയാണല്ലേ? മര്യാദക്ക് എന്റെ കട തിരിച്ചു കൊണ്ടുവന്നോ? മര്യാദക്ക് എനിക്ക് തിരിച്ചു തരാൻ. സോറി ചേട്ടാ, ഇല്ലാതാക്കാനേ എനിക്കറിയൂ. തിരിച്ചു തരാൻ എന്നെ കൊണ്ടാവില്ല. ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ലടാ എന്റെ പൈശാചിക ബുദ്ധിയിൽ തോന്നിയ ഐഡിയ വർക്കൗട്ട് ആകുന്നത്. മോട്ടും പത്തിലും ഇടിപടിക്കുന്നത് കണ്ട്. മോട്ടുപത്ലു വരണം. ഞാൻ പെട്രോളിംഗ് കഴിഞ്ഞിട്ട് വരികയാണ്. വരൂ, അകത്തേക്ക് പോയി നമുക്കൊരു ചായ കുടിക്കാം. ചേട്ടോ, ചേട്ടന്റെ കണ്ണട വെച്ചുള്ള ലുക്ക് കിടുവാ കേട്ടോ. ആ ഫ്രെയിം ഒന്ന് മാറ്റി ഈ ഫ്രെയിം ഇടുവാണെങ്കിൽ ചേട്ടൻ ചുമ്മാ ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കില്ലേ? എന്ത്? വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഓഹോ, നിങ്ങളുടെ കൂട്ടുകാരൻ ഹീറോയെ പോലെ ആകുന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ? ഈ ശരീരം വെച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹീറോ ആകാനൊന്നും പറ്റില്ലല്ലോ. ചേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട. ചേട്ടന്റെ ആ ഫ്രെയിം മാറ്റി ഞാൻ നിങ്ങളെ ഹീറോ തന്നെയാക്കും. ഓഹോ, അതിനെന്താ? ഇന്ന കണ്ണട. ബൈ ബൈ സാറേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണട ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലേ? സാറേ ബൈ ബൈ. മോട്ടു കണ്ണടച്ചു പിടിക്ക്. എന്റെ അമ്മോ, ഇത് എന്തൊരു മായാജാലമാണ്. എന്റെ പോലീസ് സ്റ്റേഷൻ മായമായി പോയല്ലോ. എന്റെ കാർ അവന്മാർ എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമാക്കി. എന്റെ കാർ ഇങ്ങോട്ട് തിരിച്ചു തരാൻ. എന്റെ കട ഇവൻ ഇല്ലാതാക്കി. അവനോട് പറ എന്റെ കട തിരിച്ചു തരാൻ. എന്റെ അമ്മോ, എന്റെ പോലീസ് സ്റ്റേഷൻ കാണുന്നില്ലല്ലോ. ഞാൻ ആരോട് ചെന്ന് ചോദിക്കും? മോട്ടു, ചങ്കേ, ബ്രോ, ഇന്ന വേഗം ഈ ക്യാപ്സൂൾ കഴിക്ക്. എല്ലാം നോർമൽ ആയിക്കോളും. അതെ, പൊളിച്ചേ. എനിക്ക് ശരിയായി. പക്ഷെ ആ ജോണിന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. മോട്ടു ഡോക്ടർ ജട്കയുടെ മരുന്ന് വീണ്ടും തിരിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും അദൃശ്യമാവുകയാണ്. സൂക്ഷിച്ച് മോട്ടു. ഈ കണ്ണടന്ന് 24 മണിക്കൂറും കണ്ണിൽ തന്നെ വെക്കണം, പ്ലീസ്. ഞാൻ ആദ്യം ജോണിന്റെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് പിന്നീട് കണ്ണട ഇട്ടോളാം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. രക്ഷയില്ല, ഓടിക്കോ. ഇങ്ങോട്ട് വരുന്നുണ്ട്. ജോൺ, സോറി മോട്ടു, വെരി സോറി. ഞാൻ വെറുതെ തമാശക്കൊന്ന് ചെയ്തു നോക്കിയതാ. ഞാൻ തന്നെ നല്ലൊരു ഫ്രണ്ട് അല്ലേ മോട്ടു? ഓ, നീയപ്പ എന്റെ അനിയനായിരുന്നു അല്ലേ? ഇതിനൊക്കെ ഉത്തരം ഞാനിപ്പോ ഈ കണ്ണട ഊരി പറഞ്ഞു തരാം.
വേണ്ട മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയതാ. സോറി, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ഇനി നമ്മൾ തമ്മിൽ കാണത്തേയില്ല മോട്ടു. Watch India's largest kids library only on Geo Hotstar. Download the app now.